എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കീം 2025 റാങ്ക് ലിസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കീം 2025 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്ത രീതിയിൽ പ്രതിഷേധിച്ച് നിരവധി പേരാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ ഇതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഈ വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മനോരമ ന്യൂസ് പേപ്പറാണ്. വാർത്തയിൽ പറയുന്നത് അനുസരിച്ച് കോടതിയിൽ ഹർജി നൽകിയത് തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനോട് കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നാണ്. ഇത് കോടതിയിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. ഇതുവരെ റാങ്ക് ലിസ്റ്റിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഈ ഹർജി ഇനി പരിഗണിക്കുന്നത് ജൂലൈ 8 ഈ വരുന്ന ചൊവ്വാഴ്ചയാണ്. സർക്കാരിന്റെ വിശദീകരണവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങളും കണക്കിലെടുത്ത് ഹൈക്കോടതി ഉചിതമായ തീരുമാനം എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതുകൂടാതെ നിരവധി കുട്ടികളാണ് ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ചാനലിൽ ചോദിക്കുന്നത്, കുറഞ്ഞ റാങ്കുള്ള കുട്ടികൾ ഇനി എന്ത് ചെയ്യണം എന്നാണ്. ഈ വിഭാഗം കുട്ടികളാണ് കൂടുതൽ ആശങ്കയിൽ ഉള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഈ റാങ്ക് വച്ച് നല്ലൊരു കോളേജുകളിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് നല്ലൊരു റാങ്കുകളിലേക്ക് എത്താൻ ശ്രമിക്കുക. മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ നീറ്റ് 2026 എൻട്രൻസ് എക്സാമും, എഞ്ചിനീയറിംഗ് ഫീൽഡ് ആണെങ്കിൽ അതിൻ്റെതായ എൻട്രൻസ് എക്സാമും നല്ല രീതിയിൽ പഠിച്ച് എഴുതുവാൻ ശ്രമിക്കുക.